ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നൈറ്റ് ക്രീം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഫാസ്റ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു സ്കിൻ വൈറ്റനിങ് ക്രീമാണിത്. തീർച്ചയായിട്ടും എല്ലാ സ്കിൻ ടൈപ്പുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും ഒരു അടിപൊളി റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുക. ഒറ്റ ആഴ്ച കൊണ്ട് തന്നെ മുഖം നല്ല നിറം വെക്കാൻ സഹായിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ആദ്യം വേണ്ടത് നമുക്ക് 1 ടേബിൾ സ്പൂണോളം അലോവേര ജെല്ലാണ്. അലോവേര ജെല്ല് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയ അലോവേര ജെല്ല് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വീട്ടിലുള്ളതാകുമ്പോൾ പെട്ടെന്ന് കേട് വന്നു, അതുകൊണ്ടാണ് ഞാൻ പുറത്തുനിന്നുള്ളത് എടുക്കാൻ പറഞ്ഞത്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കോക്കനട്ട് ഓയിൽ നിങ്ങൾക്ക് എടുക്കാം, ആൽമണ്ട് ഓയിൽ എടുക്കാം. ആൽമണ്ട് ഓയിൽ എന്ന് പറഞ്ഞാൽ ബദാമിൻ്റെ ഓയിലാണ്. അതേപോലെ തന്നെ ഒലീവ് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യുക. പക്ഷേ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയത് ആൽമണ്ട് ഓയിൽ, അതായത് ബദാം ഓയിൽ യൂസ് ചെയ്യുന്നതാണ്. ബദാം ഓയിൽ എല്ലാ മെഡിക്കൽ ഷോപ്പിലും അവൈലബിൾ ആയിരിക്കും, സൂപ്പർ മാർക്കറ്റിലുണ്ടാവും, അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇത് അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് കിട്ടും. നല്ലൊരു ക്രീം പോലെ ഉണ്ടാവും. പക്ഷേ ഇത് നമ്മൾ ഇതിലേക്ക് നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ചൊന്ന് ലൂസാവും. നിങ്ങൾക്ക് ഇതേ പരുവത്തിൽ ഈ ഒരു ടൈറ്റിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അലോവേര ഇട്ടിട്ട് ടൈറ്റ് ആക്കിയാലും മതി കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇനി ഞാൻ 1 ടേബിൾ സ്പൂണോളം ഗ്ലിസറിനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഗ്ലിസറിൻ ഐഡിയ കിട്ടാമെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ഗ്ലിസറിനും സൂപ്പർ മാർക്കറ്റിലും അതേപോലെ തന്നെ മെഡിക്കൽ ഷോപ്പിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇതും കൂടി നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ 3 സാധനങ്ങളാണ് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ടത്. ഇപ്പോൾ തന്നെ ഇതൊരു ക്രീമിൻ്റെ രൂപത്തിലായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ മെയിനായിട്ടുള്ളൊരു സാധനം എന്ന് പറയുന്നത് കോഫി പൗഡറാണ്. ഇനിയിപ്പോൾ കോഫി പൗഡർ ഏതാ യൂസ് ചെയ്യേണ്ടതെന്ന് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവും. ആ കോഫി പൗഡർ ഈ കോഫി പൗഡർ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് അയച്ചു തരും. അപ്പോൾ അങ്ങനെയൊന്നുമില്ല, ഒരു കോഫി പൗഡർ ആയിരിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. നാടൻ കാപ്പി പൊടിനേക്കാളും നല്ലത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം കോഫി പൗഡർ 1 ടീസ്പൂണൊന്നും വേണമെന്നില്ല, ഒരിത്തിരി, അതായത് എന്താ പറയുക, നമ്മളൊരു 3 പിഞ്ച് നല്ല പറയുന്നത് പോലെ നമുക്ക് കോഫി പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു 3 പിഞ്ചോളം കോഫി പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ കോഫി പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ ഇതൊന്ന് ലൂസായും കേട്ടോ, ഒരു വെള്ളം പോലെ ആയിട്ട് വരും. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ചൊന്ന് ലൂസായിട്ട് വരും. നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടി ഒന്ന് ടൈറ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും അലോവേര ജെൽ ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടി കട്ടിയിലുള്ളൊരു ക്രീമായിട്ട് കിട്ടും. എല്ലാം ഇങ്ങനെ മതി എന്നാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഞാനിത് ഇങ്ങനെയാണ് ചെയ്യുന്നത്, കാരണം ഇങ്ങനെ ചെയ്തെടുത്താൽ നമുക്ക് തേക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി നല്ല എളുപ്പമായിരിക്കും. പക്ഷേ നിങ്ങളത് സൂക്ഷിച്ച് വെക്കുന്ന സമയത്ത് നല്ല എയർ ടൈറ്റുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ പിന്നെ ഇത് റെഡിയാക്കുന്ന സമയത്ത് ഈ ഇട്ട സാധനങ്ങൾ മൊത്തം ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടണം. അപ്പോൾ എല്ലാം കൂടിയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 2 മിനിറ്റെങ്കിലും നമ്മൾ നല്ലോണം ബീറ്റ് ചെയ്തെടുക്കണം. അത് നിർബന്ധമുള്ള കാര്യമാണ്. കാരണം എല്ലാം കൂടി നമ്മളെ ഗ്ലിസറിന്, ഓയിൽ, അതുപോലെ തന്നെ പിന്നെ കോഫി, അലോവേര, ഇതെല്ലാം പരസ്പരം നന്നായിട്ട് മിക്സ് ആവണം. എങ്കിൽ മാത്രമേ നമുക്ക് വിചാരിച്ച പോലത്തെ റിസൾട്ട് കിട്ടൂ. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഏകദേശം ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു കണ്ടെയ്നറിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ കണ്ടെയ്നർ എടുക്കുമ്പോൾ ഗ്ലാസിൻ്റെ കണ്ടെയ്നർ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത് ഒട്ടും വെള്ളമൊന്നും ഇല്ലാത്ത നല്ല ഡ്രൈ ആയിട്ടുള്ള കണ്ടെയ്നറിൽ വേണം ഒഴിച്ച് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇത് പുറത്തും ഒരാഴ്ച വരെയെല്ലാം കേടുകൂടാണ്ട് നിൽക്കും കേട്ടോ. ഇനി ഇത് നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് ഇതേപോലെ മുഖത്തൊന്ന് തേച്ച് കൊടുക്കുക. തേച്ചിട്ട് കിടന്നുറങ്ങിയാൽ മതി. എന്നിട്ട് രാവിലെ സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയുക. സോപ്പ് ഉപയോഗിച്ചിട്ട് കഴുകിക്കളയരുത് കേട്ടോ. രാവിലെ സാധാ വെള്ളത്തിൽ കഴുകിക്കളഞ്ഞാൽ ഇതേപോലെ ഒരാഴ്ച നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഞെട്ടിക്കുന്ന റിസൾട്ട് തന്നെയായിരിക്കും, ഞാൻ ഉറപ്പ് നൽകുകയാണ്. കോഫി എന്ന് പറഞ്ഞാൽ ഒരുവിധം എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഫാസ്റ്റ് റിസൾട്ട് നൽകുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾ റിസൾട്ട് അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ എന്നും പറയുന്നത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഫ്യൂച്ചറിൽ വരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.